എറണാകുളത്ത് റെയിൽവേ ട്രാക്കിൽ മദ്യപിച്ച ബോധരഹിതരായി കിടന്ന രണ്ടുപേരെ ലോക്കോ പൈലറ്റ് രക്ഷപ്പെടുത്തി. ഷാലിമാർ എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റാണ് ബോധരഹിതരായി കിടന്നവരെ കണ്ട് ട്രെയിൻ നിർത്തിയത്. ദൃശ്യങ്ങളിലേക്ക്. സജോ ദേവസ്യ, ഇവര് ട്രാക്കിൽ കിടക്കുകയായിരുന്നോ? നൂഴിന്നൊക്കെ ഇറങ്ങുന്ന കാണുന്നു. സുജയ, ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഷാലിമാർ എക്സ്പ്രസ് മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ അതുവഴിയും അവിടെ ക്രോസിംഗ് ഒന്നും ഇല്ലെങ്കിലും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കടന്നു പോകാനും മറ്റും ഉപയോഗിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അവിടം. അങ്ങനെ ഏതാണ്ട് ഒരു 100 മീറ്റർ മുൻപ് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽ രണ്ടുപേർ, ഒരാൾ ട്രാക്കിൽ ഇരിക്കുന്നു, മറ്റൊരാൾ നിൽക്കുന്നു. ഈ ആളെ മദ്യലഹരിയിലാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നു. പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, കഴിയുന്നില്ല. അവരാടുന്നു. മദ്യലഹരിയിൽ പകുതി ബോധത്തിലാണെന്ന് മനസ്സിലായി. പിന്നാലെ ട്രെയിൻ എമർജൻസിയായി നിർത്താനുള്ള സംവിധാനം പ്രയോഗിക്കുന്നു, അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് ഇടപെടുന്നു. അതിശയകരമായ രക്ഷപ്പെടുത്തലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. പക്ഷേ വളരെ വേഗത്തിൽ ട്രെയിൻ നിർത്തുക എന്നത് പ്രായോഗികമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ വേഗം കുറച്ച് എമർജൻസി സംവിധാനം ഉപയോഗിച്ച് ട്രെയിൻ നിർത്താൻ ശ്രമിക്കുന്നു. ഇതിനിടെ ഇവർ രണ്ടുപേരും ട്രാക്കിലേക്ക് വീഴുന്നു. കാരണം ബാലൻസ് തെറ്റി ട്രാക്കിലേക്ക് തന്നെ വീഴുന്നു. കുറച്ച് ഭാഗം ഇവരെ ട്രെയിൻ ക്രോസ് ചെയ്ത് ഈ രണ്ടുപേരെയും കടന്നുപോയി എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷേ ഭാഗ്യം കൊണ്ട് ഈ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒപ്പമുണ്ടായിരുന്ന ലോക്കോ പൈലറ്റിനോട് ഒപ്പമുണ്ടായിരുന്ന കോ ലോക്കോ പൈലറ്റ് പുറത്തിറങ്ങി ടോർച്ച് അടിച്ച് ഇവരെ വിളിച്ച് അവർ പുറത്തേക്ക് സ്വയം തന്നെ ഇറങ്ങാൻ കഴിഞ്ഞു എന്നതാണ് ഇതിലെ ഒരു ഭാഗ്യം. വളരെ ട്രെയിൻ വേഗം കുറച്ചു. അല്പം ക്രോസ് ചെയ്തെങ്കിൽ കൂടിയും വളരെ സ്ലോയിലായിരുന്നു വന്നത്. അവർ ട്രാക്കിനകത്ത് തന്നെ കൃത്യമായി വീണു എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആ ഘട്ടത്തിലെ സമയോചിതമായ ഒരു ഇടപെടൽ കൊണ്ട് വേഗം കുറച്ചതും ഏറെക്കുറെ നിർത്താൻ കഴിഞ്ഞതും ഒക്കെ കൊണ്ട് അവർക്ക് വലിയ അപകടം സംഭവിച്ചില്ല. രണ്ടുപേരൊക്കെ കിടക്കുമ്പോൾ സ്വാഭാവികമായും അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഒരാളൊക്കെ അങ്ങനെ കണ്ണൂരിൽ മുൻപൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മദ്യവെച്ച് ട്രാക്കിലൂടെ നടക്കുമ്പോൾ ട്രാക്കിലേക്ക് വീഴുകയും ട്രെയിൻ കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന അത്ഭുതകരമായ രക്ഷപ്പെടൽ. അതിന് സമാനമായ രൂപത്തിലാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്നാണ്. ആ ഘട്ടത്തിൽ ട്രെയിനിന്റെ വേഗത കുറയ്ക്കാനും നിർത്താൻ ശ്രമിച്ചു നോക്കിയാണ്. പിന്നീട് അവർ വിളിച്ച് പുറത്തേക്ക് ഇറക്കി. അങ്ങനെയല്ല എങ്കിൽ ട്രെയിൻ പൂർണ്ണമായും കടന്നു പോകണം. അപ്പോൾ ഒരുപക്ഷെ വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചേനെ. അതിന് പകരം ആ ലോക്കോ പൈലറ്റ് ഇടപെട്ടതുകൊണ്ട് മാത്രം ആ രണ്ടുപേർക്ക് ജീവൻ തിരിച്ചു കിട്ടി. പിന്നാലെ അവരെ വിളിച്ച് പുറത്തേക്ക് ഇറക്കി. അവർ തന്നെയാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. പിന്നീട് റെയിൽവേ പോലീസിനെ കൈമാറുകയാണ് ചെയ്തത്. കേസടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് റെയിൽവേ അറിയിക്കുകയും ചെയ്യുന്നത്. കാരണം അത് ട്രസ്പാസിംഗ് ആണ്. അതുവഴി കടന്നു പോകുമ്പോഴും മറ്റും ശ്രദ്ധിക്കണം. മറ്റൊന്ന് മദ്യലഹരിയിലാണ്. അപ്പോൾ ബാലൻസ് കിട്ടാതെ വരും. ട്രെയിൻ വരുന്ന സജോ, നമുക്കപ്പോൾ ആ രക്ഷകനിലേക്കൊന്ന് പോകണം. ഷാലിമാർ എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റാണ് രക്ഷകനായി മാറിയത്. ലോക്കോ പൈലറ്റ് അൻവർ ഹുസൈൻ ഇപ്പോൾ നമ്മുടെ ശരത്തിന്റെ കൂടെയുണ്ട്. ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശരത്ത്, ലോക്കോ പൈലറ്റിന് ആദ്യം തന്നെ ഒരു അഭിവാദ്യം അർപ്പിക്കണം. രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ചു. കഴിഞ്ഞ ദിവസം പ്രിയയും കൃഷ്ണപ്രിയയും ഇതുപോലെ ഒരു ട്രെയിൻ വരുമ്പോൾ 50 മീറ്റർ മുന്നിലായിരുന്നെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ സംഭവത്തിൽ ലോക്കോ പൈലറ്റ് ബോധരഹിതരായി കിടന്ന രണ്ടുപേരെയും രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ അദ്ദേഹത്തിന് നമ്മുടെ ഒരു അഭിനന്ദനം അദ്ദേഹത്തിലേക്ക് എത്തിക്കാം. ശരത്. സുജയ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിരന്തരം അപകടങ്ങൾ പതിവാണ് ഇത്തരത്തിൽ ട്രെയിൻ തട്ടിയുള്ളത്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതിൽ സമയോചിതമായ ഇടപെടലാണ് എന്തായാലും ഇങ്ങനെ 2 ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ലോക്കോ പൈലറ്റ് അൻവർ ഹുസൈനാണ് നിൽക്കുന്നത്. ഇദ്ദേഹമാണ് ഷാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ്. എന്തായാലും അഭിനന്ദനങ്ങൾ. അങ്ങനെ 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എങ്ങനെയായിരുന്നു ആ സംഭവം എന്ന് വിശദീകരിക്കുന്നത്? കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാത്രി 9:45 മണിക്കാണ് ഈ സംഭവം. ആലുവയിൽ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരം ഷാലിമാർ എക്സ്പ്രസ്, ഞാൻ എന്നോടൊപ്പം സുജിത് സുധാകരൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പുറപ്പെട്ട് ഏകദേശം 1.5 കിലോമീറ്റർ, ആലുവ സ്റ്റേഷൻ കഴിഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ കഴിയുന്ന അത്രയും ദൂരത്ത് അവിടെ ഒരു പതിവായിട്ട് ആൾക്കാർ ട്രസ്പാസ് ചെയ്യുന്ന റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പതിപോലെ മിക്കവാറും അവിടെ ആൾക്കാർ ട്രാക്ക് ക്രോസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഒരു 2 പേര് അവിടെ ട്രാക്കിൽ ഇരിക്കുന്ന കാണുന്നുണ്ട്. വളരെ ദൂരെ നിന്ന് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ കണ്ടു. അവരെ എഴുന്നേക്കാനുള്ള ഹോൺ അടിച്ചു. അപ്പോൾ എഴുന്നേക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ ഇവർ എഴുന്നേക്കുന്ന ശ്രമം അങ്ങോട്ട് സക്സസ് ആകുന്നതായിട്ട് കാണുന്നില്ല. ഇവർ ശ്രമിക്കുന്നു, പക്ഷേ അപ്പോൾ ഒരാൾക്ക് പറ്റുന്നുണ്ട്, മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒരാൾ മറ്റേ ആളെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇത് ഞങ്ങൾ ട്രെയിൻ എത്തുന്നതിന് മുമ്പേ ക്രോസ് ചെയ്ത് പോകാൻ ചാൻസ് ഇല്ല എന്ന് കണ്ടപ്പം ഞങ്ങൾ എമർജൻസി ബ്രേക്ക് ചെയ്തു. എമർജൻസി ബ്രേക്ക് ചെയ്ത് ആ ബ്രേക്കിങ്ങിൽ ട്രെയിൻ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ 2 പേരും എഴുന്നേൽക്കുന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് എഴുന്നേൽക്കുന്നു, പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 50 മീറ്റർ ട്രെയിൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവർ ട്രാക്കിന് പാരലായിട്ട് വീണു. അങ്ങനെ പാരലായിട്ട് കിടക്കുകയാണ് 2 പേരും.
അപ്പോൾ അതിന് മേലെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അതിന് മേലെ ഒരു 4-5 മീറ്റർ മേലോട്ട് ട്രെയിൻ കയറി അവിടെ നിന്നു. ഇതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ടോർച്ചടിച്ച് നോക്കിയപ്പോൾ രണ്ടുപേരും എവിടെയും എഞ്ചിൻ എവിടെയും തട്ടിയിട്ടില്ല, വളരെ സേഫായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ അവരെ വിളിച്ചപ്പോൾ അവർ വിളി കേട്ടു, ശരി ഇറങ്ങി വരാൻ പറഞ്ഞു. ഇറങ്ങി വന്നപ്പോൾ 1 by 1 ആയിട്ട് അവർ രണ്ടുപേരും ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചു, ശരീരത്തൊന്നും ഒരു പരിക്കുമില്ല, എവിടെയും തട്ടിയിട്ടില്ല. രണ്ടുപേര് ഇതേ സ്ഥലത്ത് ഒന്നിച്ച് കിടന്നിട്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. അതിനുള്ള സ്ഥലം ക്ലിയറൻസ് കുറവുള്ള ആണല്ലോ. ട്രെയിൻ ഇവരുടെ ശരീരത്തിന് മുകളിലായിരുന്നു ഉള്ളത്. അത് എങ്ങനെയാണ് സാധാരണ അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുന്നത്? എളുപ്പമാണോ? അല്ല, ഒരാളുടെയൊക്കെ ആണെങ്കിൽ വളരെ സ്ലിം ബോഡിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പറ്റിച്ചേർന്നൊക്കെ കിടന്നാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പോലും പലരുടെ എവിടെയെങ്കിലുമൊക്കെ ശരീരം, പിന്നെ ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ മുഴുവൻ പോർഷൻ ഇവരുടെ ദേഹത്തോട്ട് കടന്നിട്ടില്ല. ഫ്രണ്ട് പോർഷൻ കുറച്ച് ഭാഗം മാത്രമേ കടന്നിട്ടുള്ളൂ. ഫസ്റ്റ് ആക്സിൽ വരെ ഇവരെ എത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ പുറകോട്ട് പിന്നെ അതിൻ്റെ ട്രാൻസ്ഫോർമറും ട്രാക്ഷൻ മോട്ടോറുകളൊക്കെ ഉണ്ട്. അതൊക്കെ കയറിയാൽ വലിയ അപകടമുണ്ടാകും. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ലോക്കോ പൈലറ്റുമാർ വണ്ടി നിർത്തുക എന്നുള്ളത് എളുപ്പം ചിന്തിക്കാത്ത കാര്യമാണ്. കാരണം കുറേ ആളുകൾ ബാധിക്കുന്നു. മാത്രമല്ല നിർത്തിയാൽ ഒരു പക്ഷേ ജീവൻ രക്ഷിക്കണം എന്നുള്ളത് യാതൊരു പ്രതീക്ഷയുമില്ല. അപ്പം വണ്ടി എടുത്ത് ട്രെയിൻ എടുത്ത് പോകാറാണ് പതിവ്. പക്ഷേ ഇതെങ്ങനെയാണ് അങ്ങനെ സംയോജിതമായി അങ്ങനെ നിർത്താമെന്ന് ചിന്തിച്ചത്? ഇത് ഒന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60-65 കിലോമീറ്റർ സ്പീഡേ ആയിട്ടുള്ളൂ. ആലുവയിൽ നിന്ന് പുറപ്പെട്ട് വരികയാണ്. പിന്നെ നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഇത് നിർത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ. അതങ്ങനെയാണല്ലേ, എല്ലാ ലോക്കോ പൈലറ്റുമാരെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. പക്ഷേ നമുക്ക് ഇൻറ്റൻഷനലായിട്ടല്ലല്ലോ. അപ്പോൾ ആ ഉദ്ദേശിച്ച സ്ഥലത്ത് നിൽക്കാതെ വരുമ്പോഴാണ് പലരും ഇതിന് അടിയിൽപ്പെടുന്നത്. അത് ഈ സൂയിസൈഡ്. എന്തായാലും അദ്ദേഹം വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ബോധരഹിതരായി കിടക്കുകയായിരുന്നു. ഷാലിമാർ എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് അൻവർ ഹുസൈനാണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.